അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് സ്പീച്ച് ടിവിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തവണ 3 കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ട് പറഞ്ഞു, ഈ 3 ഗുണങ്ങളുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് സ്വർഗം നിർബന്ധമാണ്, അവർക്ക് സ്വർഗം ലഭിക്കും. അല്ലാഹു തആല നമ്മുടെ സഹോദരിമാർക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹ, അവളുടെ 5 വക്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ, 5 വക്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന സ്ത്രീയാണെങ്കിൽ, രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഹസനത് ഫർജഹ, അന്യപുരുഷന്മാരുമായി ഇടപഴകാതെ അവരുടെ ജനനേന്ദ്രിയങ്ങളെ കൃത്യമായി ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നല്ല അച്ചടക്കത്തോടു കൂടി ജീവിക്കുന്ന ഒരു സഹോദരിയാണെങ്കിൽ, മൂന്നാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അത്അഅത് ബഅലഹ, സ്വന്തം ഭർത്താവിന് വഴിപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കീഴിൽ സുരക്ഷിതയായി കുറെ പരാതികൾ പറയാതെ സന്തോഷത്തോടുകൂടെ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ഭാര്യയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഏത് വാതിലിലൂടെ വേണമെങ്കിലും സ്വർഗത്തിൽ പോകാം. സ്വർഗത്തിൽ പോകാമെന്ന് മാത്രമല്ല പറയുന്നത്, ഏത് വാതിലൂടെ വേണമെങ്കിലും സ്വർഗത്തിൽ പോകാം. ദഖലത് മിൻ ഐ അബ്വാബിൽ ജന്ന, ഏത് വാതിലൂടെ വേണമെങ്കിലും ആ സഹോദരിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും. നമുക്കറിയാം, ഇന്ന് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ നിസ്കാരം ഖളാ ആക്കുന്ന കൂട്ടത്തിലാണ് നമ്മുടെ സഹോദരിമാർ. സൽക്കാരത്തിന് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും യാത്രകൾ പോയി കഴിഞ്ഞാൽ, എന്തെങ്കിലും പരിപാടികളിലേക്ക് പോയി കഴിഞ്ഞാൽ, ആ കാരണം കൊണ്ട്, കേവലം സുന്നത്തായ കാരണങ്ങളെ കൊണ്ട് ഫർളായ നിസ്കാരം ഖളാകുന്ന സഹോദരിമാർ നമുക്കിടയിലുണ്ട്. അവർക്ക് സ്വർഗം കിട്ടാനുള്ള സാധ്യത കുറവാണ്. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഉള്ള സമയത്താണെങ്കിലും അന്യപുരുഷന്മാരുമായി ഇടപഴകുകയും അത്തരത്തിലുള്ള ഒരു ജനറൽ വൈഡായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിക്കുകയും അതാണ് സംസ്കാരമെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന സഹോദരിമാർ, അവർക്കും സ്വർഗം കിട്ടാനുള്ള സാധ്യതയില്ല. മൂന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വളരെ ഭംഗിയായ രീതിയിൽ ഭർത്താവിനോട് വഴിപ്പെട്ടുകൊണ്ട് ഭർത്താവിനോട് സഹകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ, 3 കാര്യമാണ് എണ്ണി പറഞ്ഞത്. വളരെ വളരെ സിമ്പിളായി നമ്മുടെ സഹോദരിമാർക്ക് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, 5 വക്ത് വളരെ കൃത്യമായി നിസ്കരിക്കുകയും, രണ്ടാമത്തെ കാര്യം ജനനേന്ദ്രിയങ്ങൾ കൃത്യമായി സൂക്ഷിക്കുകയും അന്യപുരുഷന്മാരുമായി ഇടപഴകുന്നതും അത്തരത്തിലുള്ള ഇടപഴകലെല്ലാം വളരെ കൃത്യമായി സൂക്ഷിച്ച് പരിപാലിക്കുകയും ചെയ്യുകയും, മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വതഅഅത് ബഅലഹ, അവളുടെ ഇണയുമായി ഭർത്താവുമായി നല്ല രീതിയിൽ വഴിപ്പെട്ടുകൊണ്ട് സന്തോഷത്തോടുകൂടെ ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ആ ഒരൊറ്റ കാരണം കൊണ്ട് ദഖലത് മിൻ ഐ അബ്വാബിൽ ജന്ന, ഏത് വാതിലൂടെ വേണമെങ്കിലും സ്വർഗത്തിലേക്ക് പോകാൻ ഈ ഒരു 3 കാരണങ്ങൾ കൊണ്ട് സഹോദരിമാർക്ക് സാധിക്കുന്നതാണ്. അല്ലാഹു തആല എല്ലാ സഹോദരിമാർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് മറ്റു വിഷയങ്ങളുമായി മറ്റ് എപ്പിസോഡുകളിൽ നമുക്ക് വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഇസ്ലാമിക് സ്പീച്ച് ടിവി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.